أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. قولوا آمنا بالله وما أنزل إلينا وما أنزل إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى وما أوتي النبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون فإن آمنوا بمثل ما آمنتم به فقد اهتدوا وإن تولوا فإنما هم في شقاق فسيكفيكهم الله وهو السميع العليم. صبغة الله ومن أحسن من الله صبغة ونحن له عابدون. صدق الله. أيها الناس اتقوا الله. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പൂർണ്ണമായും അംഗീകരിച്ച് പൂർണ്ണമായും ഉൾക്കൊണ്ട് പൂർണ്ണമായ മനസ്സോടും സന്നദ്ധതയോടും കൂടി അവയെ ജീവിതത്തിൽ സൂക്ഷ്മമായി പാലിച്ചുകൊണ്ട് ഇഹപര വിജയം കരസ്ഥമാക്കുവാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നേർവഴിയിൽ നയിക്കുമാറാകട്ടെ. അവൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവൻ്റെ ദൂതന്മാരുടെ മാർഗം പിന്തുടർന്നുകൊണ്ട് ജീവിച്ച് വിജയം വരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ ദോഷങ്ങളെയും റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ അപാരമായ ഔദാര്യത്താൽ പുറത്തു തന്ന് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. റമദാൻ മാസത്തിൽ നാം നേടിയെടുത്തിട്ടുള്ള ധാർമ്മികമായ കരുത്ത് ഇനിയുള്ള ജീവിതത്തിൽ നിലനിർത്തുവാനുള്ള പരിശ്രമമാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്ക് പറ്റിപ്പോയിട്ടുള്ള പിഴവുകളുടെ പേരിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുക. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട കുറേയേറെ കാര്യങ്ങൾ റമദാൻ മാസത്തിൽ നാം ഇവിടെ വിശകലനം ചെയ്തിരുന്നു. അതെല്ലാം ഇനിയും അനുസ്മരിക്കേണ്ടതാണ്. ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ അവലംബവും മാർഗദർശിയുമായി മാറണം. ഖുർആനിൽ നാം നമ്മെ തന്നെ നമ്മുടെ ജീവിതത്തെ സമഗ്രമായി തന്നെ ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യണം. അള്ളാഹുവിൻ്റെ വചനങ്ങൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ അവലംബമായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് റമദാനിൽ പറഞ്ഞിട്ടുള്ള ചില വിഷയങ്ങളെ അനുസ്മരിക്കണം. അതിലൊന്ന് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അതുമായി ബന്ധപ്പെട്ട ആശയാദർശത്തെ അല്ലെങ്കിൽ വിശ്വാസത്തെ, അതിനോടനുബന്ധമായി നമ്മൾ സ്വീകരിക്കുന്ന നിലപാടുകളെ, അതിൽ നമ്മെ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടി നാം അനുവർത്തിക്കുന്ന അനുഷ്ഠാനങ്ങളെ പരിമിതപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില ആശയങ്ങൾ ഒരു ഖുതുബയിൽ ഇവിടെ മുന്നോട്ട് വച്ചിരുന്നു. അതുപോലെ തന്നെ തുടർന്ന് നമ്മുടെ സാമൂഹികമായ ഉത്തരവാദിത്തങ്ങളെ, പ്രത്യേകിച്ച് ബദറിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സമൂഹത്തിൽ നമ്മൾ വരുത്തേണ്ടതായിട്ടുള്ള പരിവർത്തനത്തെ, ആ പരിവർത്തനത്തിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച് പറഞ്ഞതും ഓർമ്മിക്കുക. അത് യഥാർത്ഥത്തിലൊരു റെവല്യൂഷനല്ല, മറിച്ചൊരു റെവല്യൂഷനാണ്. ആ പദങ്ങളെയും നാം ഇവിടെ കൃത്യമായി വിശകലനം ചെയ്തത്. എന്ത് ആധാരത്തിലാണ് ആ വാക്കുകൾ ഉപയോഗിച്ചത് എന്നിവിടെ വിശദീകരിച്ചിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ക്രമപ്രവൃദ്ധവും സ്ഥായിയുമായിട്ടുള്ള ഒരു മാറ്റം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുത്തിയ മാറ്റം അതാണ്.
എല്ലാ പ്രവാചകന്മാരും അവരവരുടെ സമൂഹങ്ങളിൽ വരുത്തിയിട്ടുള്ള മാറ്റം അതാണ്. ആ അർത്ഥത്തിൽ പരിവർത്തനകാരികളായി മാറുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് മറ്റൊരു വിഷയം. അതുപോലെ വേറെയും ഒരുപാട് സംഗതികൾ നമ്മളിവിടെ വിശകലനം ചെയ്തിരുന്നു. ഇപ്പറയുന്ന വിഷയങ്ങൾക്കെല്ലാം തന്നെ, അല്ലെങ്കിൽ അതിൽ ചിലതിനെങ്കിലും ചില വിപുലനങ്ങൾ ആവശ്യമാണ് എന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും പരിമിതപ്പെടുത്തൽ എന്ന ഒരാശയം നമ്മളിവിടെ മുന്നോട്ട് വെച്ചിരുന്നു. ആ ഒരു വിഷയത്തെ ഒന്നുകൂടി വിപുലീകരിക്കുവാൻ, അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലക്ക് ചില ആശയങ്ങൾ കൂടി അതിനനുബന്ധമായിട്ട് സമർപ്പിക്കുവാനാണ് ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. പരിമിതപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതിലെ അനുഷ്ഠാനപരവും നിലപാടുപരവുമായിട്ടുള്ള സംഗതികളെ തൽക്കാലം നമ്മൾ മാറ്റി നിർത്തുന്നു. അതിലെയും കുറേ വിശദാംശങ്ങൾ നമ്മൾ ആ ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ വിശ്വാസപരവും ആദർശപരവുമായിട്ടുള്ള ചില മാനങ്ങൾ, ചില സമൂഹങ്ങളുടെ ചരിത്രവും അവരുടെ സങ്കല്പങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില താരതമ്യങ്ങൾ നമ്മൾ നടത്തുന്നത് എങ്ങനെയാവണം എന്നതോടൊപ്പം എങ്ങനെ ആവരുത് എന്നതും പ്രധാനമാണ് എന്ന കാരണത്താലാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെ സമൂഹങ്ങളുടെ ധാർമ്മിക മാർഗത്തിലുള്ള ഉയർച്ചയും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള തകർച്ചയും അതിനുള്ള കാരണങ്ങൾ ഇതൊക്കെയും വിശകലനം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്നതിന് സഹായകമായി തീരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടാവേണ്ടതില്ല. ഏതായിരുന്നാലും പരിമിതപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അവിടെ സൂചിപ്പിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുക എന്നതുകൂടിയാണ്. അള്ളാഹുവിനെ പോലെ അള്ളാഹു മാത്രമേ ഉള്ളൂ. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി മറ്റാരുമില്ല, അവനിൽ പങ്കുചേർക്കാവുന്ന യാതൊന്നുമില്ല. ഈ ഒരാശയത്തെ അതിൻ്റെ പ്രയോഗതലത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ തന്നെ വിഗ്രഹങ്ങളുടെയും മറ്റുമൊക്കെ വിരോധികളായി മാറുന്നു. അതോടൊപ്പം തന്നെ വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രകൃതത്തിൽ അവ വളരെ നിരുപദ്രവകരങ്ങളാണ്. കളിമണ്ണുകൊണ്ടും കല്ലുകൊണ്ടും ഉണ്ടാക്കപ്പെട്ട ചില രൂപങ്ങൾ നിങ്ങൾക്കൊരുപകാരവും ചെയ്യാത്ത എന്ന് പ്രവാചകന്മാർ അവയെ സംബന്ധിച്ച് പറയുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഉപകാരം മാത്രമല്ല, ഉപദ്രവം ചെയ്യാനും അവയ്ക്ക് പറ്റില്ല. അള്ളാഹുവിൻ്റെ സാക്ഷാൽ അധികാരത്തിൽ എന്തെങ്കിലും ഒരു പോറലേൽപ്പിക്കാൻ ഈ കളിമൺ പ്രതിമക്കോ ഈ കൽവിഗ്രഹങ്ങൾക്കോ സാധിക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. അതേസമയം തന്നെ അള്ളാഹുവിലുള്ള നമ്മുടെ ഈ തൗഹീദിൽ അധിഷ്ഠിതമായിട്ടുള്ള നമ്മുടെ ബോധം, ഇതിൻ്റെ നേരെ എതിർപക്ഷത്ത് നമ്മളിതിനെ നിർത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഇവ നിരുപദ്രവകരങ്ങളല്ല. കേവലമായ ഒരു ആരാധനാ വസ്തു എന്ന നിലക്ക് അങ്ങനെയാണ് താനും. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് ഇതിനെതിരായിട്ട് ശക്തമായ നിലപാടെടുക്കുന്നു എന്നതാണ് നമ്മൾ ആലോചിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഓരോ കാലത്തെയും സാമൂഹിക വ്യവസ്ഥകളെ, വിശ്വാസങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന കാരണത്താലാണ്. അല്ലാതെ ഈ കളിമണ്ണും കല്ലുമൊക്കെ അള്ളാഹുവിൻ്റെ അധികാരത്തിൽ എന്തെങ്കിലും കുറവ് വരുത്തുന്നത് കൊണ്ടല്ല. ഇതിങ്ങനെ പറയുമ്പോൾ അതിന് മറ്റൊരു മാനവും കൂടിയുണ്ട്. ദൈവത്തെ ആ ഒരു വിഗ്രഹ രൂപത്തിലേക്ക് അല്ലെങ്കിൽ പ്രതിമാ രൂപത്തിലേക്ക് പരിമിതപ്പെടുത്തുക, അതിലേക്ക് ചുരുക്കുക, ഇത് അനുഷ്ഠാനപരമായി ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. അതേസമയം മാനസികമായി വിശ്വാസപരമായിട്ടും ഇങ്ങനെയല്ലാത്ത ചില പരിമിതപ്പെടുത്തലുകൾ ഉണ്ടാകാം. നമ്മൾ മുസ്ലിങ്ങൾ എന്ന നിലക്ക് ഇത്തരത്തിലുള്ള ശിർക്കൻ അനുഷ്ഠാനങ്ങളിൽ നിന്നെല്ലാം തന്നെ ബോധപൂർവം വിട്ടുനിൽക്കുന്ന ഒരു ജനത എന്ന നിലക്ക് ജാഗ്രതയോടുകൂടി നമ്മൾ കരുതേണ്ടത് ഇപ്പറയുന്ന മാനസികവും വിശ്വാസപരവുമായ പരിമിതപ്പെടുത്തലുകളെയാണ്. ഇപ്പോൾ അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ ഒന്നിനെയും യഥാർത്ഥത്തിൽ പങ്കുചേർക്കാൻ സാധിക്കില്ല. അതേസമയം അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു വിഭാവനത്തിൽ ചെന്നെത്തുകയാണ്. നമുക്ക് താല്പര്യമുള്ള ഒരു സങ്കല്പത്തിൽ അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ആ വിശാലതയെയും
അവൻ്റെ അധികാരത്തിൻ്റെ വിശാലതയെയും ഉൾക്കൊള്ളുന്ന ഒന്നല്ല. ഇപ്പോൾ അല്ലാഹുവിനെ നമ്മൾ പരിമിതപ്പെടുത്തും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ കാണും. ഇതിനേറ്റവും പ്രകടമായ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത് അല്ലാഹുവിനെ കേവലം വംശീയ ദൈവമായി, ഒരു സമുദായ ദൈവമായി മാറ്റുന്നു എന്നുള്ളതാണ്. അല്ലാഹു എന്ന് പേര് പറയാത്ത സമൂഹങ്ങളും ഏകദൈവത്വത്തിൽ വിശ്വാസപരമായി ഉറച്ചു നിൽക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തന്നെ ഇപ്രകാരം പ്രവർത്തിക്കുന്നതിനുള്ള ഉദാഹരണമായിട്ട് ആ സമയത്ത് നമ്മൾ യൂത പുരാവൃത്തങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അത് വളരെ കൃത്യമായി പരിശോധിച്ചാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അല്ലാഹു എങ്ങനെയാണ് വിശുദ്ധ ഖുർആനിൽ സ്വയം വെളിവാക്കുന്നത്? വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ഒരർത്ഥം ലോകങ്ങളുടെ ഈശ്വരൻ എന്നാണ്. ലോകങ്ങളുടെ ഈശ്വരൻ അല്ലെങ്കിൽ ലോകങ്ങളുടെ ഉടമസ്ഥൻ, രക്ഷിതാവ്. ഈശ്വരൻ എന്ന പദമാണ് ഒരുപക്ഷെ റബ്ബ് എന്ന വാക്കിന് കൂടുതൽ നന്നായിട്ട് ചേരുക. ഈശ്വരൻ എന്ന വാക്കിന് ഈശാന ഏരി ഈശനെ എന്നാണ് അർത്ഥം. ഭരിക്കുന്നവൻ, നിയന്ത്രിക്കുന്നവൻ, പരിപാലിക്കുന്നവൻ, അതാരോ അവനാണ് ഈശ്വരൻ. ഇതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ട് ലോകങ്ങളുടെ ഈശ്വരൻ റബ്ബുൽ ആലമീൻ. മറ്റൊരർത്ഥം റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ജനതകളുടെ, മുഴുവൻ മനുഷ്യരുടെയും ഈശ്വരൻ എന്നാകും. അപ്പോൾ മുഴുവൻ മനുഷ്യരുടെയും ഈശ്വരൻ എന്ന പ്രഖ്യാപനത്തിൽ ഖുർആൻ ആരംഭിക്കുന്നു. അത് ആ റബ്ബിനെ പ്രകീർത്തിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് എല്ലാ സ്തുതിയും അർപ്പിച്ചുകൊണ്ട് ആരംഭിക്കും. വിശുദ്ധ ഖുർആൻ അവസാനിക്കുന്നത് മറ്റൊരു നിലക്ക് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയാണ് ഖുർആനിൻ്റെ പ്രൊലോഗ്. അതേസമയം ഖുർആനിൻ്റെ എപ്പിലോഗ് എന്ന് പറയുന്നത് മുഅവ്വിദത്തൈനി, സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും. അതിൽ തന്നെ ഏറ്റവും അവസാനമുള്ളത് സൂറത്തുൻ നാസ്. അത് ഖുർആനിൻ്റെ ഫലശ്രുതിയാണ്. അതിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് റബ്ബുന്നാസ്, മലിക്കുന്നാസ്, ഇലാഹുന്നാസ്, എല്ലാ മനുഷ്യരുടെയും. അന്നാസ് എന്ന് പറയുന്നതിന് വേറെ വിഭാഗീയതകളോ വിഭജനങ്ങളോ ഒന്നുമില്ല. എല്ലാ മനുഷ്യരുടെയും റബ്ബ്, ഈശ്വരൻ, എല്ലാ മനുഷ്യരുടെയും മലിക്ക്, എല്ലാവരുടെയും, എല്ലാ മനുഷ്യരുടെയും രാജാവ്, യഥാർത്ഥ രാജാവ്, ഇലാഹുന്നാസ്, എല്ലാ മനുഷ്യരുടെയും ദൈവം. അപ്പോൾ മനുഷ്യരുടെ ദൈവവും മനുഷ്യരുടെ രാജാവും മനുഷ്യരുടെ ഈശ്വരനുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം വെളിവാക്കും. ഇങ്ങനെയാണ് ഖുർആൻ സമാപിക്കുന്നത്. സ്വാഭാവികമായും ഇതിനിടയിൽ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ മുഴുവനും ഈ മനുഷ്യരുമായി ബന്ധപ്പെട്ട വലിയ സങ്കല്പങ്ങൾ, വളരെ വിശാലമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. അതിനിടയിൽ തന്നെയും നമ്മളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നിടത്ത് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, എല്ലാ മനുഷ്യർക്കും വേണ്ടി ഉയർത്തപ്പെട്ട ഉത്തമ സമൂഹം, എല്ലാ മനുഷ്യർക്കും വേണ്ടി ഉയർത്തപ്പെട്ട ഖൈറ ഉമ്മത്ത്. സ്വാഭാവികമായും മനുഷ്യരോടുള്ള നമ്മുടെ നിലപാട് എന്തായിരിക്കണം? മനുഷ്യർക്കിടയിൽ പലതരം വിഭാഗീയതകൾ നിലവിലുണ്ട്. നമ്മുടെ നിലപാട് ഈ വിഭാഗീയതകളെ അംഗീകരിക്കാത്ത ഒരു സ്വഭാവത്തിലുള്ളതാകും. നമ്മൾ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. നേരത്തെ പറഞ്ഞ ആ ഒരു സാമൂഹിക പരിവർത്തനത്തിൻ്റെ കാര്യത്തിൽ പോലും എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പുറപ്പെട്ടത് എന്ന ചോദ്യത്തിന് പറയുന്ന ഉത്തരം വിഖ്യാതമായ പ്രഖ്യാപനം. ഞങ്ങൾ അള്ളാഹു അയച്ചിരിക്കുന്നു എന്തിനെന്നാൽ മനുഷ്യരെ ഉണർത്തുവാൻ അടിമകൾ കർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിധേയത്വത്തിൽ നിന്ന് അള്ളാഹുവിന് വഴിപ്പെടുക എന്ന സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യരെ ഉണർത്തുവാൻ. അതുപോലെ ഈ ലോകത്തിൻ്റെ പലതരത്തിലുള്ള ഇടുക്കങ്ങൾ, ആ ഇടുക്കങ്ങൾക്ക് ഇവിടെ സൂചിപ്പിച്ച പരിമിതപ്പെടുത്തലും കാരണമാണ്. ഓരോരുത്തരും അവരവരുടേതായ ഫ്രെയിമുകൾക്കകത്ത് ബന്ധിതമാണ്. അവരുടേതായ സാമുദായിക ഫ്രെയിം, അവരുടേതായ ദേശീയ ഫ്രെയിം,
അവരുടേതായ വംശീയ ഫ്രെയിം, ഇതിനകത്ത് ബന്ധിതരാണ് ഓരോരുത്തരും. അവരെ ആ ഫ്രെയിമിൽ നിന്ന് പുറത്ത് കടത്തി ഈ ലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും വിശാലതയിലേക്ക്, മറ്റൊരർത്ഥത്തിൽ മനുഷ്യത്വത്തിൻ്റെ വിശാലതയിലേക്ക് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന റബ്ബുന്നാസായ അള്ളാഹുവിൻ്റെ ഇബാദത്തിലേക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു മനുഷ്യത്വത്തിൻ്റെ വിശാലതയിലേക്ക്, വമിൻ ജൗരിൽ അദിയാനി ഇലാ അദിലിൽ ഇസ്ലാം, സകല ദീനുകളും വ്യവസ്ഥകളും മനുഷ്യർക്ക് മേൽ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനീതി, ഈ അനീതികൾക്കും വിഭാഗീയതകൾ ഒരു കാരണമാണ്. വിഭാഗീയതയെ അനീതിയുമായി ബന്ധപ്പെടുത്തി വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. ഫറോവ ചെയ്ത തെറ്റിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതുപോലെ പല ഭരണാധികാരികളുടെയും ഏകാധിപതികളുടെയും കാര്യങ്ങൾ ഉദാഹരണമായിട്ട് സൂചിപ്പിക്കുന്നു. ഫറോവയുടെ കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ആ അർത്ഥത്തിൽ അനീതി ഉണ്ടാകുന്നതിന് മനുഷ്യർക്കിടയിലുള്ള വിഭാഗീയതയും ഒരു കാരണമാണ്. അങ്ങനെ വരുമ്പോൾ മനുഷ്യത്വത്തിൻ്റെ നീതി, അതാണ് ഇസ്ലാമിൻ്റെ നീതി. ആ ദീനുകളുടെ അനീതിയിൽ നിന്ന് മനുഷ്യത്വത്തിൻ്റെ നീതിയിലേക്ക്, ഈ അർത്ഥത്തിൽ മനുഷ്യരെ ഉണർത്തുന്നതിന് വേണ്ടിയാണ് വന്നത് എന്നാണ് പറയുന്നത്. പ്രയോഗം അതാണ്, മനുഷ്യരെ ഉണർത്തുന്നതിന് വേണ്ടി. ഇതാണ് റബീഉ ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രഖ്യാപനം. ഇപ്രകാരം മനുഷ്യരുടെ സാമൂഹിക ദൗത്യത്തെ സംബന്ധിച്ച് തന്നെ വിശുദ്ധ ഖുർആനും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠങ്ങളുമെല്ലാം തന്നെ നമ്മളെ ധരിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണും. ആ അർത്ഥത്തിൽ പ്രവർത്തിച്ച സഹാബത്തിന്റെ ജീവിതവും നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനെ മാതൃകയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിനെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിലുള്ള വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ട് എത്രത്തോളം വിശാലമാക്കാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച, അതാണ് നേരത്തെ സൂചിപ്പിച്ച സ്വഭാവത്തിൽ ആ വിഷയത്തിന്റെ വിപുലീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയുന്ന ചില ആയത്തുകളാണ് ഖുതുബയുടെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത്. അതിന് മുമ്പായിട്ട് പടച്ച തമ്പുരാൻ പറയുന്നുണ്ട്, ഖാലു കൂനു ഹൂദൻ ഔ നസാറ തഹ്തദു. അവർ പറയുന്നത് ഒന്നുകിൽ യഹൂദന്മാരാകണം അല്ലെങ്കിൽ നസാറാക്കളാകണം, എങ്കിൽ സന്മാർഗത്തിലാകും. വിശുദ്ധ ഖുർആൻ പറയുന്നു ബൽ, അങ്ങനെയല്ല, മില്ലത്ത ഇബ്രാഹിമ ഹനീഫ. മില്ലത്ത ഇബ്രാഹിമ ഹനീഫ എന്ന് പറയുമ്പോൾ ഇബ്രാഹിമിന്റെ മില്ലത്ത് അതിൽ ഹനീഫ് ആയിക്കൊണ്ട്, ഹനീഫ് എന്നതൊക്കെ മുമ്പ് വിശകലനം ചെയ്തതാണ്, അതിലേക്ക് പോകുന്നില്ല. ആ സ്വഭാവത്തിൽ അതിൽ നിൽക്കുക എന്നുള്ളതാണ്. അതേതെങ്കിലും ഒരു സമുദായത്തിന്റെ അടയാളമായിട്ടല്ല പറയുന്നത്. അതേസമയം അതിൻ്റെ ഒരു അടയാളം പറയുന്നുണ്ട്, വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം ഒരിക്കലും മുശ്രിക്കുകളിൽപ്പെട്ടവനായിരുന്നില്ല. ഇബ്രാഹിം അള്ളാഹുവിനെ അള്ളാഹുവായിട്ട് തന്നെയാണ് കണ്ടത്. അള്ളാഹുവിനെ തനിക്ക് വേണ്ടിയോ തൻ്റെ സമൂഹത്തിനോ സമുദായത്തിനോ വേണ്ടിയോ ചുരുക്കിയിരുന്നില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവതരിപ്പിച്ചത് ഒരു വംശീയ ദൈവത്തെ ആയിരുന്നില്ല. ഇബ്രാഹിമിന്റെ സമൂഹത്തിനാണ് പിൽക്കാലത്ത് എബ്രായ എന്ന് പറഞ്ഞത് എന്നാണ് ഒരു അവകാശവാദം. എബ്രായർ എന്ന് പറഞ്ഞാൽ യഹൂദരുടെ പ്രാചീന നാമമാണ്. എബ്രായ എന്ന വാക്ക് ഇബ്രാഹിം എന്നതിൽ നിന്നുണ്ടായതാണ് എന്നാണ് ഒരു അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ പോലും എബ്രായ എന്ന വാക്കിന് വേറൊരർത്ഥം കൂടിയുണ്ട്. അത് എല്ലാ പരിമിതികളെയും മറികടന്നവർ എന്നാണ്. എല്ലാ പരിമിതികളെയും മറികടന്നവർ. അവർ ഇത്തരത്തിലുള്ള സങ്കുചിതത്വങ്ങളെ മുഴുവൻ അതിലംഘിക്കും. അത് കേവലമായ ഒരു സമുദായ നാമമായിരുന്നില്ല. ആ നാമകരണത്തിലൂടെ പടച്ച തമ്പുരാൻ അവർക്ക് അവരുടെ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഓരോ പ്രവാചകനും വന്നിട്ട് താങ്കളുടെ സമൂഹത്തോട് പറയുന്ന വർത്തമാനവും ഇത് തന്നെയാണ്. ഉസ്കുറു ഇത് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ഖൗമി നൂഹ്. നിങ്ങൾ ഓർമ്മിക്കുക, നൂഹിന്റെ ജനതയ്ക്ക് ശേഷം നിങ്ങളെ അള്ളാഹു ഖലീഫമാരാക്കിയിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാണ് ഖലീഫമാരാക്കിയത്? ഈ ലോകത്ത് മനുഷ്യർക്ക് നേതൃത്വം നൽകുവാനാണ്. അങ്ങനെ മനുഷ്യർക്ക് നേതൃത്വം നൽകണമെങ്കിൽ മനുഷ്യത്വം സ്ഥാപിക്കണം. വീണ്ടും മറ്റൊരു പ്രവാചകൻ വന്നിട്ട് ഉസ്കുറു ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ആദ്. അല്ലയോ സമൂദ് ഗോത്രമേ, ആദിന് ശേഷം അള്ളാഹു നിങ്ങളെ ഖലീഫമാരാക്കിയിരിക്കുകയാണ്. ഇപ്രകാരം ഖലീഫമാരാക്കപ്പെട്ടതിനെ സംബന്ധിച്ച് പറയുമ്പോഴും അവരുടെ ദൗത്യത്തെക്കുറിച്ചാണ് ഓർമ്മിപ്പിക്കുന്നത് എന്ന് കാണാം. എബ്രായ എന്ന് വിളിക്കുമ്പോഴും അത് തന്നെയാണ് ഓർമ്മിപ്പിച്ചത്. അതേസമയം അവരുടെ മനസ്സിലുള്ളത് വളരെ ചുരുങ്ങിപ്പോയി. ഏറ്റവും അവസാനം അതൊരു വംശീയ ദൈവമായിട്ട് മാറി. പുരാവൃത്തങ്ങൾ മുഴുവനും അതിനനുസൃതമായിട്ട് അവർ ചമയ്ക്കുകയും ചെയ്തു. അങ്ങനെ വന്ന സന്ദർഭത്തിലാണ് അവർ യൂതന്മാരോ അല്ലെങ്കിൽ
നസാറാക്കളോ ആകണമെന്ന് പറയുന്നു. അങ്ങനെയല്ല ഇബ്രാഹീമിൻ്റെ മില്ലത്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തുന്നത് എന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കും. മൊത്തത്തിൽ ചരിത്രത്തെ സംബന്ധിച്ച് തന്നെയുള്ള ഇസ്രായേൽ സമൂഹത്തിൻ്റെ നിലപാട് അതൊന്ന് പരിശോധിച്ചാൽ, അതുപോലെ മതത്തെയും വിശ്വാസത്തെയും പ്രവാചകനെയും ഒക്കെ സംബന്ധിച്ചുള്ള അവരുടെ വിശ്വാസം, അവരുടെ നിലപാട്, ഇബ്രാഹിം യൂതനായിരുന്നു എന്നവർ പറയുമ്പോൾ ഇബ്രാഹിമിനെ അവരുടെ വംശത്തിൻ്റെ സ്വന്തമാക്കുക മാത്രമാണ് ചെയ്യുന്നത്. വഖാലു ലൻ തമസ്സനന്നാറു ഇല്ലാ അയ്യാമും മഅദൂദ. മറ്റൊരു സ്ഥലത്ത് അവരുടെ വർത്തമാനം ഖുർആൻ ഉദ്ധരിച്ചിരിക്കുന്നു, ഞങ്ങൾ നരകത്തിൽ പോവുകയില്ല, ഞങ്ങൾ നരകത്തിൽ പോവുകയില്ല, അഥവാ പോയാൽ തന്നെയും കുറച്ച് ദിവസം. ഖുൽ അത്തഖസ്തും ഇൻദല്ലാഹി അഹദൻ ഫലൻ യുഖ്ലിഫല്ലാഹു അഹദ അം തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ. നിങ്ങളോട് പടച്ച തമ്പുരാൻ എന്തെങ്കിലും അങ്ങനെ കരാർ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അള്ളാഹു അത് ലംഘിക്കുകയില്ല. അതേസമയം കരുതുക, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്കറിയാത്തത് പറയുകയാണ്. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തത് പറയരുത്, അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തത് പറയരുത്. ഇതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ അറിയാത്തതും ശരിയല്ലാത്തതുമായ സങ്കല്പങ്ങൾ വെച്ച് പുലർത്തിയത് കൊണ്ടാണ് ചരിത്രങ്ങളെ അവർക്കനുകൂലമായ പുരാവൃത്തങ്ങളാക്കി മാറ്റിയത്. ഉദാഹരണം പറഞ്ഞാൽ, വിശദീകരണം അനുസരിച്ച് ഹവ്വ എന്ന സ്ത്രീയിലൂടെ ആദിമാതാവിന് അത്രയും പരിഗണനയെ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്തെന്നാൽ ഹവ്വ എന്ന സ്ത്രീയിലൂടെ ലോകത്തേക്ക് പാപം കടന്നു വന്നു. ഹവ്വയിലൂടെ മനുഷ്യന്റെ വിശുദ്ധിയല്ല മനുഷ്യന് കൈമാറ്റം ചെയ്യപ്പെട്ടത്, മറിച്ച് പാപമാണ് കടന്നു വന്നത്. അതുകൊണ്ട് വിശ്വാസികളുടെ മാതാവായിട്ട് യാഹ്വേ അല്ലെങ്കിൽ യഹോവ സാറയെ തിരഞ്ഞെടുത്തു. സാറ വിശ്വാസികളുടെ മാതാവായി മാറി. ബൈബിളിലെ ഈ പുരാവൃത്തത്തെ വിശകലനം ചെയ്തുകൊണ്ട് ഒരാൾ എഴുതിയിട്ടുള്ള വർത്തമാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം അമ്പരപ്പുണ്ടാക്കുന്നതാണ്. തുടർന്ന് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സാറയുടെ അവിവേകം നിറഞ്ഞ പ്രവൃത്തിയിലൂടെ പക്ഷേ ലോകത്തിന് വിനാശകരമായ ഇസ്ലാം കടന്നു വന്നു. എന്താ കാരണമെന്ന് വെച്ചാൽ, യഹോവ സാറയ്ക്ക് ഒരു പുത്രനെ സംബന്ധിച്ച് വാഗ്ദാനം ചെയ്തിരുന്നു, പക്ഷേ വയസ്സായിട്ടും കിട്ടിയില്ല. അങ്ങനെ വന്നപ്പോൾ സാറയ്ക്ക് തിരക്കായപ്പോഴാണ് തൻ്റെ ദാസിയായ ഹാഗാറിനെ ഭർത്താവായ അബ്രഹാമിന് ഭാര്യയായിട്ട് കൊടുത്തത്. അതിൽ നിന്നാണ് ഇസ്മായേൽ ജനിച്ചത്. ഇസ്മായേലിൻ്റെ സന്തതി പരമ്പരയിൽ നിന്നാണ് ഇസ്ലാം ഉണ്ടായത്. അതുകൊണ്ടാണ് ലോകത്ത് മുഴുവൻ കുഴപ്പമുണ്ടായത്. എന്താ കാരണം? ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് കാത്തുനിന്നില്ല. അങ്ങനെ കാത്തുനിന്നില്ല എന്ന് പറയുമ്പോഴും സാറ കുറ്റക്കാരിയാണ്. വിശ്വാസികളുടെ മാതാവായിരിക്കുമ്പോഴും പെണ്ണിനെ ഹവ്വയിലൂടെ പാപം കടന്നു വന്നു. സാറയുടെ തിരക്കിലൂടെ ഇസ്മായിലും ഇസ്ലാമും കടന്നു വന്നു. ഇതാണ് കാഴ്ചപ്പാട് എന്ന് പറയുന്ന പഴയ നിയമ പുരാവൃത്തങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളൊരു വർത്തമാനമാണ് ഇവിടെ ഉദ്ധരിച്ചത്. അപ്പോൾ ഈ സ്വഭാവത്തിൽ സ്ത്രീയെ സംബന്ധിച്ച് എല്ലാ വംശീയ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുമ്പോഴും സ്ത്രീയെ അപമതിക്കാതെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു സംഗതി മുമ്പ് പറഞ്ഞിരുന്നു, നമ്മൾ ഈ വിഷയം പറയുമ്പോൾ തന്നെ, ചരിത്രത്തിലുടനീളം സഹോദരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, ആ ഏറ്റുമുട്ടലിന് ധാർമ്മികമായ മാനമൊന്നുമില്ല. അതാരംഭിക്കുന്നത് ആബേലും കയേനും തമ്മിലുള്ള ഏറ്റുമുട്ടലിലാണ്. ദൈവം എന്തിനാണ് ആ ഏറ്റുമുട്ടലിൽ ആബേലിന്റെ പക്ഷത്ത് നിന്നത് എന്ന് ചോദിച്ചാൽ അതിന് യൂത പുരാവൃത്തത്തിൽ മറുപടിയില്ല. ആബേലിന്റെ പക്ഷത്താണ് നിന്നത്. അതിനൊരൊറ്റ ന്യായമുള്ളത്, ആബേലിന്റെ മക്കളാണ് ഇസ്രായേല്യർ എന്നവർ കരുതുന്നു എന്നതാണ്. അതുകൊണ്ട് ഇസ്രായേല്യരുടെ ആദിപിതാവായ ആബേലിന്റെ പക്ഷത്ത് ദൈവം നിന്നു. കയേനിന്റെ ബലി സ്വീകരിച്ചില്ല. മാത്രവുമല്ല, കയേനെ ശപിക്കുകയും പുറന്തള്ളുകയും ചെയ്തു. അങ്ങനെ അഭിശപ്തനായിട്ട് അയാൾ മാറി. എന്താണ് അതിന് ന്യായം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ന്യായമൊന്നുമില്ല. സഹോദരന്മാർ തമ്മിലുള്ള സംഘടനത്തിൽ ദൈവം പക്ഷപാതിത്വം പ്രവർത്തിച്ചു. തുടർന്ന് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കണ്ടതാണ് നോഹിന്റെ മക്കൾ തമ്മിലുള്ള അടി. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കൾ തമ്മിലും അടിയുണ്ടായെന്ന് സങ്കല്പിക്കും. അതിൽ ദൈവം ഷേമിന്റെ പക്ഷത്ത് നിന്നു. ഷേമിനെ ദൈവം അനുഗ്രഹിച്ചു. അതേസമയം യാഫത്തിനെയും ഹാമിനെയും ഒക്കെ ദൈവം ശപിച്ചു. യാഫത്തിനെ വല്ലാതെ ശപിച്ചു. എന്നിട്ട് പറയുന്നത് മലയന്മാരും കാടന്മാരും ഒക്കെ യാഫത്തിന്റെ മക്കളാണെന്നാണ്. ഇത് വേറൊരു തരത്തിലുള്ള വംശീയ കാഴ്ചപ്പാടാണ്. മലയന്മാരും കാടന്മാരും ഒക്കെ കൊള്ളരുതാത്തവരും മോശക്കാരുമാണ് എന്ന ചിന്താഗതിയാണ്. അവരൊക്കെ യാഫത്തിന്റെ മക്കളാണ്. ആ മക്കൾ തന്നെയും തുലഞ്ഞുപോയി. ഒക്കെ പരമ്പരയായിട്ട് അങ്ങനെ വരികയാണ്. ഷേം അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഷേമിൽ നിന്നാണ് സെമിറ്റിക് ഉണ്ടായത്.
ആ സെമിറ്റിക്കിൽപ്പെട്ടവരാണ് ഇസ്രായേലിയർ. പക്ഷേ ഇസ്മായിലരും സെമിറ്റിക്കുകളാണ്. എന്നാൽ അവരെ പുറന്തള്ളുന്നുണ്ട് പിന്നീട്. കാരണം കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അബ്രഹാമിൻ്റെ 2 മക്കൾ, അബ്രഹാമിൻ്റെ 2 മക്കളിൽ ഇസ്മായേലിനും ദൈവം ജനതയാക്കുമെന്ന വാഗ്ദത്തമൊക്കെ നൽകിയിരുന്നു. പക്ഷെ പിന്നീട് ദൈവം ആ വാഗ്ദാനത്തിൽ നിന്ന് പുറകോട്ട് പോയി. കാരണം ഇസ്മായേൽ സ്വന്തം ചാർച്ചക്കാരോട് വിരോധിക്കുന്നവൻ, മറ്റെല്ലാവരും അവനോടും വിരോധം വെച്ച് പുലർത്തുന്നവൻ ആയിരുന്നു എന്നാണ്. അങ്ങനെയാണ് ഇസ്മായേലിനെയും അമ്മയെയും ദൈവം തിരസ്കരിച്ചത്, പുറത്താക്കിയത്. അങ്ങനെ പുറത്താക്കിയിട്ട് ദൂരെ കൊണ്ടുപോയി നാട് കടത്തിയതാണ്. വീണ്ടും പറയുന്നു, ഇസ്മായേൽ കാട്ടുകഴുതയുടെ ശബ്ദമുള്ളവനായിരുന്നു, അയാൾ വളരെ പരുക്കനായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആക്ഷേപങ്ങളും കാണാൻ സാധിക്കും. ഇസ്മായേലും ഇസ്ഹാക്കും തമ്മിലുള്ള സംഘട്ടനം, അതിൽ ദൈവം ഇസ്ഹാക്കിന്റെ പക്ഷത്ത് നിന്നു. എന്താ ന്യായം? ന്യായമൊന്നുമില്ല. വീണ്ടും ഇസ്ഹാക്കിന് മക്കളുണ്ടായി, 2 മക്കളാണ്. റബേക്കയിൽ ജനിച്ച 2 മക്കൾ, യാക്കോബും ഏസാവും. ഏസാവാണ് മൂത്ത മകൻ. അതേസമയം യാക്കോബ് ഉണ്ടാക്കിയിട്ടുള്ള ചില പായസത്തിന്റെ രുചി പിടിച്ചിട്ട് ഏസാവ് തൻ്റെ കടിഞ്ഞൂൽ സ്ഥാനം യാക്കോബിന് കൊടുത്തു. അതെങ്ങനെയാ കൊടുക്കുക എന്നറിയില്ല, പക്ഷെ കൊടുത്തു എന്നാണ്. പായസം കിട്ടാൻ വേണ്ടി, പായസം കിട്ടാൻ വേണ്ടി ഏസാവ് കടിഞ്ഞൂൽ സ്ഥാനം യാക്കോബിന് കൊടുത്തതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനം ഇല്ലാതായി എന്നാണ് പറയുന്നത്. തന്നെയുമല്ല, വേറൊരു സംഗതി കൂടി പറയുന്നു. യാക്കോബിൽ നിന്ന് സ്ഥാനം എന്നിട്ടും ഏസാവിൽ നിന്ന് സ്ഥാനം എന്നിട്ടും വഞ്ചനയോടുകൂടി തട്ടിയെടുത്തു എന്നാണ്. ഇസഹാക്ക് യാക്കോബിനോട് പറഞ്ഞു, നായാട്ട് നടത്തിയിട്ട് എനിക്ക് മാംസം കൊണ്ടുതരണം, എങ്കിൽ എൻ്റെ പിന്തുടർച്ചാവകാശം നിനക്ക് നൽകാം. ഇത് റബേക്ക കേട്ടു. റബേക്കക്ക് മക്കളിൽ ഇഷ്ടം യാക്കോബിനോടായിരുന്നു. അങ്ങനെ യാക്കോബിന് മൃഗത്തോല് പുതപ്പിച്ചു. ഏസാവിന് കൂടുതൽ ശരീരത്തിൽ രോമമുണ്ടായിരുന്നു. ആ സമയമാകുമ്പോഴേക്കും ഇസഹാക്കിൻ്റെ കണ്ണുകളുടെ കാഴ്ചയെ നഷ്ടപ്പെട്ടു വരും. അങ്ങനെ ഏസാവിനെ പറഞ്ഞയച്ചു നായാട്ട് നടത്താൻ വേണ്ടി. മാംസവും കൊണ്ടുവന്ന ഏസാവിനെ തടകി നോക്കിയപ്പോൾ, യാക്കോബിനെ തടകി നോക്കിയപ്പോൾ രോമം കണ്ടിട്ട് അത് ഏസാവാണ് എന്ന് തെറ്റിദ്ധരിച്ചു. എന്നിട്ട് സ്ഥാനം യാക്കോബിന് കൊടുക്കുകയും ചെയ്തു. ഇതെന്തായിരുന്നാലും ഈ അർത്ഥത്തിൽ 2 പേരും തമ്മിലുള്ള സംഘട്ടനം, അതിൽ ദൈവം ഒരു പക്ഷത്ത് നിൽക്കും, യാക്കോബിന്റെ പക്ഷത്ത് നിൽക്കും. ഈ സ്വഭാവത്തിലുള്ള തികച്ചും വംശീയമായിട്ടുള്ള വിശദീകരണങ്ങളും കഥകളുമാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ അതേസമയം ഇതേ പുരാവൃത്തങ്ങൾ തന്നെ പരിശോധിക്കുമ്പോൾ അതിൽ ഇത്തരത്തിലുള്ള എല്ലാ വൈജാത്യങ്ങളെയും എല്ലാ വിഭാഗീയതകളെയും നിരാകരിക്കുന്ന മോശയുടെ ദൈവമുണ്ട്. അത് വിമോചകനായ ദൈവമാണ്. അതുപോലെ തന്നെ യെശയ്യാവിൻ്റെയും യിരെമ്യാവിൻ്റെയും ദൈവമുണ്ട്. ആ ദൈവം സാമൂഹികമായ പരിവർത്തനത്തെ സംബന്ധിച്ചും ഇന്ന് ഔന്നത്യം ഭാവിച്ചു നിൽക്കുന്ന ആളുകളുടെ പതനത്തെ സംബന്ധിച്ചും സംസാരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവായ ദൈവമാണ്. സൈന്യങ്ങളുടെ കർത്താവായ, ചരിത്രത്തിൽ ഇടപെടുന്ന ദൈവമാണ്. പക്ഷപാതപരമായിട്ടല്ലാതെ ഇടപെടുന്ന ദൈവം. വീണ്ടും തുടർന്ന് വരുമ്പോൾ യേശുക്രിസ്തു മുന്നോട്ട് വെച്ച ദൈവമാണ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുന്നോട്ട് വെച്ച ദൈവം. ആ ദൈവമാകട്ടെ സ്നേഹത്തിന്റെ ദൈവമാണ്, സ്നേഹത്തിന്റെ ദൈവമാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ആ സാക്ഷാൽ ദൈവത്തെ സംബന്ധിച്ച് അതിനിടയിലുള്ള രേഖകളാണ്. അതങ്ങനെ ആയിരിക്കെ തന്നെ പ്രവാചകന്മാർ അതിനെയാണ് പ്രബോധനം ചെയ്യുന്നത്, അതിനെയാണ് പരിചയപ്പെടുത്താൻ ശ്രമിച്ചത് എന്നിരിക്കെ തങ്ങളുടേതായ വംശീയ താല്പര്യങ്ങൾക്ക് വഴിപ്പെട്ടിട്ട് ദൈവത്തെ ചുരുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിനും ശേഷം യേശുവിൻ്റെ ഈ സ്നേഹത്തിൻ്റെ ദൈവത്തിന് എന്ത് സംഭവിച്ചു എന്നതിന് മധ്യകാല ചരിത്രത്തിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇതിങ്ങനെ പറയുമ്പോൾ മുസ്ലിങ്ങളുടെ ചരിത്രത്തെ തൽക്കാലം പറയാതെ പിന്നോട്ട് വെച്ചതാണ്. അത് വളരെ കൃത്യവും പെർഫെക്റ്റുമാണ് എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും ഉണ്ടാവേണ്ടതില്ല. തീർച്ചയായിട്ടും മധ്യകാല ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ചോരക്കൊതിയനായ ദൈവം, യുദ്ധപ്രിയനായിട്ടുള്ള ദൈവം, സംഹാരമൂർത്തിയായിട്ടുള്ള ദൈവം, എല്ലാം വംശത്തിന് വേണ്ടി, വംശ താല്പര്യങ്ങൾക്ക് വേണ്ടി. വീണ്ടും അതുപോലെ മറ്റ് പല ഉദാഹരണങ്ങളും ഗ്രീക്ക് പുരാണങ്ങൾ പരിശോധിച്ചാൽ, അതുപോലെ ഇന്ത്യൻ പുരാണങ്ങൾ പരിശോധിച്ചാൽ ഒക്കെയും പക്ഷപാതപരമായിട്ട് പെരുമാറുന്ന ദൈവം. ഇങ്ങനെ വംശീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് വെച്ച് പുലർത്തുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. വിശുദ്ധ ഖുർആനാകട്ടെ ഇതിനെയെല്ലാം തന്നെ ചെറുതായ തോതിൽ പരിചയപ്പെടുത്തുകയും ചില സമൂഹങ്ങളുടെ ഉദാഹരണങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ട് നമ്മളോട് പറയുന്നത് എന്താണ് എന്നാണല്ലോ പരിശോധിക്കേണ്ടത്. പറഞ്ഞു, ഇബ്രാഹിം അങ്ങനെയൊന്നും ആയിരുന്നില്ല, അദ്ദേഹം ഹനീഫൻ മുസ്ലിമൻ, അള്ളാഹുവിനെ ഹനീഫായിക്കൊണ്ട് സ്വയം സമർപ്പിക്കുന്നവൻ. വീണ്ടും പറയുന്നത് ഖൂലു ആമന്നാ ബില്ലാഹി, നിങ്ങൾ അവരോട് പറയേണ്ടത് നിങ്ങൾ അള്ളാഹുവിനെയാണ് അംഗീകരിക്കേണ്ടത്, നിങ്ങൾ അള്ളാഹുവിനെയാണ് അംഗീകരിക്കേണ്ടത്. അള്ളാഹു ഒരു വംശത്തിന്റെ ദൈവമല്ല.
അള്ളാഹു റബ്ബുന്നാസാണ്, റബ്ബുൽ ആലമീനാണ്. അതുകൊണ്ട് അവനെയാണ് നിങ്ങൾ അംഗീകരിക്കേണ്ടത്. പിന്നെ വമാ ഉൻസില ഇലൈന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ അള്ളാഹുവിനെ അംഗീകരിച്ചിരിക്കുന്നു. വമാ ഉൻസില ഇലൈന, ഞങ്ങൾക്ക് അവതീർണമായിട്ടുള്ള അള്ളാഹുവിന്റെ കൽപ്പനകളിലും. എന്നാൽ അതിൽ മാത്രമല്ല, വമാ ഉൻസില ഇലാ ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യഅഖൂബ വൽ അസ്ബാത്ത്, അവർക്ക് പരിചയമുള്ള പ്രവാചകന്മാരുടെ ഒക്കെ പേര് പറയാണ്. ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും ഇസ്ഹാഖിന്റെയും ആ 2 മക്കളിൽ നിന്ന് ഒരാളെ മാത്രം ഇങ്ങോട്ട് വലിച്ചിട്ടില്ല. പിന്നെ അതുപോലെ യാക്കൂബിന്റെ മക്കളും. തുടർന്ന് പറയുന്നത് വമാ ഊതിയ മൂസ വ ഈസ, മൂസായ്ക്കും ഈസായ്ക്കും അവതീർണമായിട്ടുള്ളതിൽ മാത്രമല്ല, വമാ ഊതിയ നബിയൂന മിർ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ നിന്ന് ആഗതരായിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും. ഇപ്പോഴീ പേരെടുത്ത് പറഞ്ഞതിൽ സെമിറ്റിക് പ്രവാചകന്മാരേ ഉള്ളൂ. എന്നാൽ അത് മാത്രമല്ല എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി എല്ലാ പ്രവാചകന്മാരും, ലോകത്തെമ്പാടും വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും എന്ന് പറയുമ്പോൾ വംശീയമായിട്ടുള്ള എല്ലാ അതിർവരമ്പുകളും നിരാകരിക്കപ്പെട്ടു. എന്നിട്ട് വീണ്ടും പറയുന്നത് ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അവർക്കിടയിലാകട്ടെ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും നമ്മൾ കൽപ്പിക്കുന്നില്ല. ഞങ്ങളുടെ പ്രവാചകനാണ് മുഹമ്മദിന്, നിങ്ങളുടെ പ്രവാചകനാണ് മോശ. ഈ ജാതി കാഴ്ചപ്പാടൊന്നുമില്ല. മോശയും മുഹമ്മദും ഞങ്ങളുടെ പ്രവാചകന്മാരാണ്. അള്ളാഹുവിങ്കൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ നബിമാരും ഞങ്ങളുടെ പ്രവാചകന്മാരാണ്. അവർക്കിടയിൽ യാതൊരു വ്യത്യാസവുമില്ല. നഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അള്ളാഹുവിന് മുസ്ലിങ്ങളായിരിക്കുന്നു. എന്നിട്ട് വീണ്ടും ഫൈൻ ആമനൂ ബിമിസ്ലിമാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, നിങ്ങൾ ഇപ്പറയുന്നത് പോലെ അംഗീകരിക്കാൻ, അള്ളാഹുവിനെ അംഗീകരിക്കാൻ, സത്യത്തെ അനുധാവനം ചെയ്യാൻ അവർക്ക് സാധിക്കുകയാണെങ്കിൽ അവർ സന്മാർഗത്തിലായി. അതേസമയം അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫഇന്നമാഹും ഫീ ശിഖാഖ്, അവർ വേർപെട്ടു പോയി. ഈ വേർപെടൽ എന്ന് പറഞ്ഞാൽ മതിലുകെട്ടലാണ്. വേർപെടൽ എന്ന് പറയുമ്പോൾ മതിലുകെട്ടലാണ്. മനുഷ്യത്വത്തിലേക്കാണ് പ്രവാചകന്മാർ ക്ഷണിക്കുന്നതെങ്കിൽ അവർ അതിനിടയിൽ ഒരു മതില് കെട്ടിയിട്ട് ഞങ്ങൾ വേറെയാണെന്ന് പറയാം. ഞങ്ങൾ വേറെയാണ്, ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, ഞങ്ങൾക്കൊരു സ്വർഗമുണ്ട്, ഞങ്ങൾക്ക് പ്രോമിസ്ഡ് ലാൻഡ് ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുകയാണ്. അതുകൊണ്ട് ഇന്നമാഹും ഫീ ശിഖാഖ്, അവരങ്ങോട്ട് വേർപെട്ട് പോയി, സ്വയം വേർപെട്ട് പോയി. ആകയാൽ നിങ്ങളോട് പറയുന്നു സിബ്ഗത്തല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ വർണ്ണമാണ് സ്വീകരിക്കേണ്ടത്. നിങ്ങൾ ഏതെങ്കിലും സമുദായത്തിന്റെയോ വംശത്തിന്റെയോ ദേശത്തിന്റെയോ വർണ്ണമല്ല, മറിച്ച് അള്ളാഹുവിന്റെ വർണ്ണമാണ് സ്വീകരിക്കേണ്ടത്. വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ, അള്ളാഹുവിനേക്കാൾ നന്നായിട്ട് വർണ്ണം പകരുന്നവരാരാണുള്ളത് എന്നതാണ് അതിന്റെ വിലയാണ്. അത് വളരെ ആലങ്കാരികമായി പ്രയോഗിക്കുന്ന ഒരു സംഗതിയാണ്. അള്ളാഹുവിന്റെ അടിയാറുകളായിട്ടുള്ള മനുഷ്യരുടെ കൂട്ടത്തിലാണ് നിങ്ങൾ പെടുന്നതെങ്കിൽ അതിനേക്കാൾ ഉത്തമമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി നിങ്ങൾക്ക് വേറെന്താണുള്ളത് എന്ന് അതിനെ വായിക്കാം. വനഹ്നു ലഹു ആബിദൂൻ, ഞങ്ങൾ അവന് വഴിപ്പെട്ടവരായിരിക്കും. വിശുദ്ധ ഖുർആൻ പറയാം. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ഞങ്ങളോട് തർക്കിക്കുകയാണോ? വഹുവ റബ്ബുനാ വ റബ്ബുക്കും, അവനാണ് ഞങ്ങളുടെയും റബ്ബ് നിങ്ങളുടെയും റബ്ബ്. ആ തർക്കത്തിനിടയിലും ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു ബന്ധമുണ്ട്. അതെന്താണ് ബന്ധം? ഞങ്ങളുടെയും നിങ്ങളുടെയും റബ്ബ്, ഞങ്ങളുടെ റബ്ബല്ല, ഞങ്ങളുടെയും നിങ്ങളുടെയും റബ്ബ്. വനഹ്നു ലഹു മുഖ്ലിസൂൻ എന്നൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാൻ വേണ്ടി പറയാം. അവന് ഞങ്ങൾ വളരെ ആത്മാർത്ഥതയുള്ള അടിയാറുകളായി മാറിയിരിക്കുന്നു, അവന് വഴിപ്പെട്ടിരിക്കുന്നു എന്നാണ് പടച്ച തമ്പുരാൻ പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മുടെ ഈമാൻ പ്രഖ്യാപിക്കാൻ പറയുമ്പോൾ അത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ അർത്ഥത്തിലുമുള്ള, എല്ലാ തരത്തിലുമുള്ള എല്ലാ വൈജാത്യങ്ങൾക്കും വിഭാഗീയതകൾക്കും അപ്പുറത്താണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അങ്ങനെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഏതെങ്കിലും ഒരു സ്വഭാവത്തിലേക്ക് പരിമിതപ്പെടാതിരിക്കുക. മറ്റൊന്നുകൂടി മനസ്സിലാക്കേണ്ടത്, വംശീയമായിട്ടുള്ള കാഴ്ചപ്പാട് വെച്ച് പുലർത്തിയാൽ വംശീയതക്ക് മറുപടി വംശീയത തന്നെയാണ്. വംശീയതക്ക് മറുപടി വംശീയതയാണ്. കാരണം ഈ വംശീയത എന്നൊക്കെ പറയുന്നത് 2 തലയും മുറിച്ചുള്ള വാള് എന്നൊരു പ്രയോഗമുണ്ട്. അത് അങ്ങോട്ട് വീശിയാൽ തിരിച്ചിങ്ങോട്ടും വരും, അങ്ങോട്ട് വീശിയാൽ തിരിച്ചിങ്ങോട്ടും വരുന്നൊരു സാധനം. ചരിത്രം മുഴുവൻ പരിശോധിക്കുക. ജർമ്മനിയിൽ ജൂതന്മാർ കടുത്ത വംശീയ ആക്രമണത്തിന് വിധേയമായി. ജർമ്മനിയിൽ ജൂതന്മാർ അപ്രകാരം ആക്രമിക്കപ്പെടുന്നതിന് മുമ്പാണ് സയനിസ്റ്റ് പ്രോട്ടോകോളും മറ്റുമൊക്കെ ഉണ്ടായത്. ലോകം പിടിച്ചടക്കുവാനുള്ള അവരുടെ ശ്രമം, അതിനുവേണ്ടി എന്ത് മാർഗവും സ്വീകരിക്കാം എന്നുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനം. ഇതൊക്കെ യഥാർത്ഥത്തിൽ സയനിസ്റ്റുകൾ, ജൂതന്മാരെല്ലാവരുമല്ല, സയനിസ്റ്റുകൾ ആ ഒരു തീരുമാനം കൈക്കൊണ്ടപ്പോൾ പക്ഷേ അതിന് പിഴയൊടുക്കേണ്ടി വന്നത് ജൂത സമുദായം തന്നെയാണ് എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുപോലെ തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയാലും പല കാര്യത്തിലും ഇപ്പോഴും ഏറ്റവും കടുത്ത വംശീയത ഒന്ന് സയനിസമാണെങ്കിൽ മറ്റൊന്ന് മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന മറ്റു ചില വംശീയതകളുണ്ട്.
ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള ചില മിലിറ്റന്റ് ഗ്രൂപ്പുകൾ വംശീയമായിട്ടുള്ള ആക്രമണങ്ങൾ, ഏറ്റവും ശക്തമായി ഇരയായിക്കൊണ്ടിരിക്കുന്ന യസീദി എന്നൊരു വിഭാഗത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? യസീദികൾ പലതരത്തിലുള്ള വംശീയാക്രമണങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. ദൗർഭാഗ്യകരമായൊരു ചരിത്രമാണ്. കൊളോണിയലിസ്റ്റുകൾ അവരെ ആക്രമിച്ചിട്ടുണ്ട്. പിന്നീട് വന്ന സദ്ദാം ഹുസൈൻ അവരെ ക്രൂരമായി ആക്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ള ISIS-ഉം അപ്രകാരം തന്നെ അവരോട് പ്രവർത്തിക്കുന്നു. പക്ഷെ അതിനു മുമ്പത്തെ ചരിത്രം പരിശോധിച്ചാൽ മറ്റ് സമുദായങ്ങളുടെ രക്തം ഹലാലായിട്ടുള്ള വിഭാഗമായിരുന്നു യസീദികൾ. എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, മറ്റുള്ളവരോട് എന്ത് ചെയ്യുന്നതിനും യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങൾ മാത്രമാണ് വിശുദ്ധർ എന്ന സ്വഭാവത്തിൽ അവർ എസ്ദാൻ എന്നാണ് ദൈവത്തെ വിളിച്ചിരുന്നത്. എന്ത് വിളിക്കുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. ഇസ്രായേലിയർ യാഹ്വേ എന്നാണ് വിളിച്ചിരുന്നത്. അവർ എസ്ദാൻ എന്നാണ് വിളിച്ചിരുന്നത്, ഏകദൈവ വിശ്വാസികൾ. പക്ഷെ അതേസമയം അവരുടെ കാഴ്ചപ്പാട് അങ്ങേയറ്റം വംശീയമാണ്. യസീദികളുടെ ദൈവം. ആ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരോട് അവർ പെരുമാറിയിരുന്നു. അതിന്റെ തിരിച്ചടി എന്നതുകൊണ്ട് ഇന്നത്തെ അക്രമത്തെ ന്യായീകരിക്കുകയല്ല, ഈ ഒരു ചരിത്രത്തെ സംബന്ധിച്ചു കൂടി സൂചിപ്പിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ, ഒരുപക്ഷെ ഇപ്പോഴും, യൂതൻ എന്ന വാക്ക് മുസ്ലിം സമുദായത്തിൽ ഒരു തെറിവാക്കാണ്. ആരെങ്കിലും ആക്ഷേപിക്കണമെങ്കിൽ പെട്ടെന്ന് യൂതൻ എന്നാണ് വിളിക്കുക. യൂതൻ എന്നത് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഒരു സമുദായത്തിന്റെ പേരാണ്. ആ സമുദായത്തെ വിമർശിക്കുമ്പോൾ പോലും ബനു ഇസ്രായേൽ എന്നൊക്കെയാണ് വിശുദ്ധ ഖുർആൻ പലയിടത്തും പറയുന്നത്. യാ ബനി ഇസ്രായേൽ, അല്ലയോ ഇസ്രായേലിന്റെ മക്കളെ, നിങ്ങൾ ഇസ്രായേലിനെ കുറിച്ച് പഠിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അത് ആ അർത്ഥത്തിൽ വിമർശിക്കുമ്പോൾ പോലും വിശുദ്ധ ഖുർആൻ സ്വീകരിച്ചിട്ടുള്ള നിലപാടാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂതൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കടുത്ത അധിക്ഷേപമാണ്. ഇപ്പോൾ സയണിസ്റ്റ് കാലത്ത് സയണിസ്റ്റുകളെ വിശേഷിപ്പിക്കുന്നതിനും നമ്മൾ യൂതൻ എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നു. സയണിസ്റ്റും യൂതനും രണ്ടാണ്. ഏറ്റവും ശക്തമായിട്ട് സയണിസത്തെ എതിർക്കുന്ന വിഭാഗങ്ങൾ യൂതന്മാരിലുള്ളവർ തന്നെയാണ് എന്ന് നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ ആ അർത്ഥത്തിലുള്ള വംശീയമായിട്ടുള്ള ഒരു നിലപാട് ഇതാർക്കും തന്നെ ആശാസ്യമല്ല എന്നാണ് കാണേണ്ടത്. ഇന്ന് മിഡിൽ ഈസ്റ്റിൽ വളരെ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ പേരിലുള്ള വംശീയമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ ഒരുപക്ഷെ ഇസ്ലാമിന് തന്നെ ഒരു ഫ്രെയിം ഉണ്ടാക്കുകയാണ്. അതിന് പുറത്തുള്ളതൊന്നും, ഇതിനകത്ത് സുന്നിയാണെങ്കിൽ പുറത്തുള്ള ഷീ മുസ്ലിമല്ല. ഇനിയും ഭാഷാപരമായിട്ട് ഇതിനകത്തുള്ളത് അറബികളാണെങ്കിൽ അനറബ് വംശജരൊന്നും ഇക്കൂട്ടത്തിൽ പെടില്ല. അവരൊന്നും അള്ളാഹുവിന്റെ അടിയാറുകളോ അള്ളാഹുവിന്റെ സൃഷ്ടികളോ അല്ല, ആ സ്വഭാവത്തിലുള്ള. അപ്പോഴിങ്ങനെ കണ്ടുള്ള ഒരു വംശീയമായിട്ടുള്ള കാഴ്ചപ്പാട് നമുക്ക് താല്പര്യമുള്ള സ്വഭാവത്തിൽ വേറെയും ഒരു സംഗതി സൂചിപ്പിച്ചിരുന്നു. നമുക്കിഷ്ടമുള്ള ദൈവത്തെ വ്യക്തിപരമായി സ്വീകരിക്കുവാനും നമ്മൾ ഇഷ്ടപ്പെടുന്നു. ആ വിഷയത്തിലേക്ക് ഇപ്പൊ കടന്നിട്ടില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് റബ്ബുൽ ആലമീൻ എന്ന് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നു. ജനങ്ങളുടെ റബ്ബാണ്. ജനങ്ങളുടെ റബ്ബിനെയാണ് നമ്മൾ ഉപാസിക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നിടേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ അതിന്റെ അധ്യാപനങ്ങൾ അവസാനിപ്പിക്കുന്നത് റബ്ബുന്നാസ്, മലിക്കുന്നാസ്, ഇലാഹുന്നാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ അതും ജനങ്ങളുമായാണ് ബന്ധപ്പെടുന്നത്. അതിനിടയിൽ നമ്മളെപ്പറ്റി പറയുന്നതും ജനങ്ങൾക്ക് വേണ്ടിയുള്ളവർ എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കാഴ്ചപ്പാട് മുൻനിർത്തിക്കൊണ്ട് വളരെ വിശാലമായൊരു മാനസികാവസ്ഥയോടുകൂടി മുന്നോട്ട് പോവുക എന്ന ഒരു ദൗത്യം, ആ ദൗത്യത്തെ ഓർമ്മിപ്പിക്കുകയാണ് വിശുദ്ധ റമളാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സന്ദർഭത്തിൽ ഇവിടെ നിർവഹിക്കുന്നത്. തീർച്ചയായിട്ടും നാം നമ്മുടേതായിട്ടുള്ള മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും ലോകത്തെയും ജീവിതത്തെയും പരിവർത്തിപ്പിക്കാനും പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.